കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് പാർത്തിയർ എന്ന കുതിരപ്പടയാളികൾ തിരിഞ്ഞിരുന്ന് അമ്പുകൊണ്ട് റോമിനെ വിറപ്പിച്ചത്. പക്ഷേ 500 വർഷത്തെ ആ പ്രതാപത്തിനു ശേഷം പാർത്തിയൻ ശക്തി തളരുകയായിരുന്നു. അകത്ത് കലഹങ്ങൾ, പുറത്ത് റോമിന്റെ തീതുപ്പുന്ന ആക്രമണങ്ങൾ. രാജാവിന് പഴയ കരുത്തില്ല, സൈന്യത്തിന് പഴയ ഐക്യമില്ല. ചരിത്രം വീണ്ടും ഒരു നായകന് തേടുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് പാർസിൽ നിന്നും വീണ്ടും ഉദയം. അതെ, അയാൾ ജനിച്ചത് സാക്ഷാൽ സൈറസ് ദ ഗ്രേറ്റിന്റെ അതേ മണ്ണിൽ, പാർസ് പ്രവിശ്യയിലെ ഇസ്താഖർ എന്ന പട്ടണത്തിൽ. അതെ, അവിടെയാണ് അർദാഷിർ എന്ന വിപ്ലവകാരി ജനിച്ചു വളരുന്നത്. അർദാഷിർ വെറുമൊരു ഗവർണറുടെ മകനായിരുന്നില്ല. സസാൻ എന്ന പുരോഹിതന്റെ പിൻഗാമി. അനാഹിത ദേവേവിയുടെ ക്ഷേത്രത്തിലെ വിശുദ്ധാഗ്നി സൂക്ഷിപ്പുകാരായിരുന്നു അവർ. അതുകൊണ്ടുതന്നെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നൂലിഴകൾ ചെറുപ്പത്തിലെ അർദാഷിറിന്റെ ചോരയിലുണ്ടായിരുന്നു. ക്രിസ്തുവർഷം 224. അർദാഷിർ കൊടിയുയർത്തി. ഇത് വെറുമൊരു പ്രക്ഷോഭമായിരുന്നില്ല, തലമുറകളായി കാത്തിരുന്ന ഒരു തിരിച്ചുവരവിന്റെ ആരവമായിരുന്നു. ഹോർമോസ് ഖാൻ സമതലത്തിൽ വച്ച് പാർത്തിയൻ രാജാവിനെ വധിച്ച് അർദാഷിർ തലസ്ഥാനമായ കട്ടെസിഫോണിലേക്ക് കയറിച്ചെന്നു. അയാൾ പ്രഖ്യാപിച്ചു, ഞാൻ തിരികെ കൊണ്ടുവരുന്നത് കുർഷിന്റെയും ദാരിയൂഷിന്റെയും പാരമ്പര്യമാണ്. അങ്ങനെ ഇറാൻ ഷാർ അഥവാ ഇറാനിയരുടെ സാമ്രാജ്യം വീണ്ടും ഉദയം കൊണ്ടു. ഇറാൻ എന്ന ദേശീയബോധം ആദ്യമായി ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായത് ഇവിടെയാണ്. രാജ്യത്തിന് ഒരൊറ്റ മതം, സൊറോസ്ട്രിയനിസം, ഒരു പുണ്യഗ്രന്ഥം, അവസ്ഥ, ഒരു രാജാവ്, ദേവന്റെ നിഴലായി മാറി. അർദാഷിറിന് ശേഷം വന്ന മകൻ ഷാബുർ ഒന്നാമൻ ഒരു യഥാർത്ഥ മഹായോദ്ധാവായിരുന്നു. ക്രിസ്തുവർഷം 260. എഡേസ യുദ്ധത്തിൽ ഷാബുർ ലോകത്തെ ഞെട്ടിച്ചു. റോമൻ ചക്രവർത്തിയായ വലേറിയനെ അയാൾ ജീവനോടെ പിടികൂടി. റോമൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനം. ചക്രവർത്തി ഒരു വിദേശ രാജാവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. തങ്ങളുടെ ഈ വിജയം ഷാബുർ പാറയിൽ കൊത്തിവച്ചു. നക്ഷി രുസ്തമിലും ബിഷാപൂറിലും ഇന്നും കാണാം ആ കൊത്തുപണികൾ. വലേറിയൻ മുട്ടുകുത്തുന്നതും ഷാബുർ കുതിരപ്പുറത്ത് വിജയിയായി നിൽക്കുന്നതും. ആ ശില്പത്തിന് മുന്നിൽ നിന്നാൽ കാലത്തിന്റെ വിജയഗർവം നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇറങ്ങിവരിക തന്നെ ചെയ്യും. എന്നാൽ സസാനിയൻ ശക്തി വാളിൽ മാത്രമല്ലായിരുന്നു. ഇവിടെയാണ് ഖുസ്രോ ഒന്നാമൻ വരുന്നത്. അനുശിർവാൻ അഥവാ അനശ്വര ആത്മാവ്. സസാനിയൻ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാൻ എന്ന് പറയപ്പെടുന്നയാൾ. അയാൾ രാജ്യം മുഴുവൻ ഒരു പരിഷ്കരണ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. അറിവിന്റെ വലിയൊരു ലോകം അയാൾ തുറന്നിട്ടു. ഗുണ്ടേ ഷാപുർ അക്കാദമിയിൽ ഗ്രീക്ക്, ഇന്ത്യൻ, പേർഷ്യൻ പണ്ഡിതർ ഒരുമിച്ചിരുന്നു. വൈദ്യവും ജ്യോതിശാസ്ത്രവും ദർശനവും ചർച്ച ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പഞ്ചതന്ത്രം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അറിവിന്റെ പാലങ്ങൾ അവിടെ ഓരോന്നായി കോർത്തിണക്കപ്പെട്ടു. സസാനിയൻ വാസ്തുവിദ്യയുടെ കിരീടമാണ് ഐവാൻ ഇ കിസ്ര, കട്ടെസിഫോണിലെ മഹാകമാനം. സുഹൃത്തെ, ചിന്തിക്കൂ, ഇത്രയും വലിയൊരു കമാനം ഒരു താങ്ങുമില്ലാതെ ഇഷ്ടികകൾ കൊണ്ട് മാത്രം പണിതത്. 37 മീറ്റർ ഉയരത്തിൽ താഴെ രാജാവിന്റെ സിംഹാസനം. ലോകത്തിന്റെ മുഴുവൻ ശ്വാസവും ആ കമാനത്തിന് താഴേക്ക് ഒതുങ്ങിപ്പോകുന്ന തരത്തിലായിരുന്നു ആ നിർമ്മിതി. ആ നിഴലിലിരുന്ന് ഭരിക്കുമ്പോൾ രാജാവ് വെറുമൊരു മനുഷ്യനായിരുന്നില്ല, ദേവചൈതന്യത്തിന്റെ പ്രതിരൂപമായിരുന്നു. പ്രിയ കേൾവിക്കാരാ, എല്ലാ ഉയരങ്ങൾക്കും ഒരു ഇറക്കമുണ്ട്. സസാനിയൻ പ്രൗഢി തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ സൃഷ്ടിച്ചത്. റോമുമായുള്ള നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധം 2 സാമ്രാജ്യങ്ങളെയും തളർത്തിക്കളഞ്ഞു. പടിഞ്ഞാറ് റോമൻ സാമ്രാജ്യത്തിന്റെ പിൻഗാമിയായ ബൈസന്റൈൻ സാമ്രാജ്യവും, കിഴക്കും പടിഞ്ഞാറും 2 മഹാശക്തികൾ. ഏറ്റവും മഹത്തായ നാഗരികതയുടെ പേരിൽ നൂറ്റാണ്ടുകളോളം പരസ്പരം കടിച്ചുകീറി. ഖുസ്രോ രണ്ടാമന്റെ കാലത്ത് പേർഷ്യൻ സൈന്യം ജെറുസലേം പിടിച്ചടക്കി ഈജിപ്തിലേക്കും തുർക്കിയിലേക്കും മുന്നേറിക്കൊണ്ടിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കവാടങ്ങൾക്കു മുന്നിൽ വരെയെത്തി. ലോകം ശ്വാസമടക്കിപ്പിടിച്ചു. പക്ഷേ പിന്നീട് കാലചക്രം വീണ്ടും തിരിഞ്ഞു.
ബൈസന്റൈൻ ചക്രവർത്തി ഹെറാക്ലിയസ് തിരിച്ചടിച്ചു. പേർഷ്യൻ സൈന്യം പിന്മാറി. ആ യുദ്ധങ്ങൾ രണ്ടു സാമ്രാജ്യങ്ങളെയും പിടിച്ചുലച്ചു, തളർത്തിക്കളഞ്ഞു. അവരുടെ കോട്ടകളിൽ പൊട്ടിയ ഇഷ്ടികകൾ ബാക്കിയായി, ഭണ്ഡാരങ്ങൾ ശൂന്യമായി. ഇരുവരും കണ്ടില്ല. ചക്രവാളത്തിനപ്പുറം അറേബ്യൻ മരുഭൂമിയിൽ ഒരു പുതിയ ശക്തി ഉദിച്ചുയരുന്നത്, ഒരു പുതിയ വിശ്വാസം, ഒരു പുതിയ പടപ്പാട്ട്. അത് ഇരുവരെയും തൂത്തെറിയാൻ പോകുന്ന ഒരു മണൽക്കാറ്റായിരുന്നു. അർദാഷർ പണിത ഈ മഹാസാമ്രാജ്യത്തിന് ഇനി ഏതാനും ദശകങ്ങളുടെ ആയുസ് മാത്രമാണുള്ളത്. ഇനി വരുന്നത് ആ കൊടുങ്കാറ്റിന്റെ കഥയാണ്. മണലാരണ്യത്തിൽ നിന്ന് വന്നവർ ഖാദീസിയയിൽ ചരിത്രം കുറിക്കുന്നു. പക്ഷേ ഒന്നോർക്കുക, ഈ മണ്ണിന്റെ ആത്മാവ് ഒരിക്കലും മരിക്കില്ല. നമുക്കായി ഫിർദൗസി എന്ന മഹാകവി അവിടെ കാത്തിരിപ്പുണ്ട്. കാണാം അടുത്ത എപ്പിസോഡിൽ.